നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം BSc ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കുറച്ച് പേരൊക്കെ BScയെ കുറിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ BSc ഏകദേശം 4000 ചില്ലറ 4200 ഒക്കെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ഏകദേശം 3200 ഈ നിലകളിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ താഴോട്ടുള്ള ഒരു പോക്ക് തന്നെയാണോ? അപ്പം അതങ്ങനെയല്ല, മറ്റൊരു രീതിയിൽ ചോദിച്ചവരുമുണ്ട്. അതായത് ഇപ്പോൾ NSE ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ പോവുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും NSE കൊണ്ടുവരുന്ന ആ ഒരു ട്രേഡിംഗ് വോള്യത്തിന്റെ വർധനവ് അതിന്റെ ഒരു വലിയ ബെനിഫിഷ്യറി ആയിരിക്കില്ലേ BSc എന്ന്. കാരണം സാധാരണ രീതിയിൽ ഒരേ എക്സ്ചേഞ്ചിന് അതേ എക്സ്ചേഞ്ചിൽ തന്നെ എക്സ്ചേഞ്ചിന്റെ ഷെയർ ആണെങ്കിൽ BSc ആണെങ്കിൽ BScയിൽ തന്നെയോ അല്ലെങ്കിൽ NSE ആണെങ്കിൽ NSEയിൽ തന്നെയോ ലിസ്റ്റ് ചെയ്യുക സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് NSE പോലത്തെ ഒരു മെഗാ IPO വരികയും അതിന്റെ ലിസ്റ്റിംഗ് വരികയും അതിനെ തുടർന്ന് പിന്നെ ട്രേഡിംഗ് വരുമ്പോൾ ആ ട്രേഡിംഗ് കൊണ്ട് വരുന്ന എക്സ്ചേഞ്ച് റവന്യൂ അത് വളരെ കൂടുതലുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് NSEയുടെ ലിസ്റ്റിംഗ് വളരെ പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഭാവിയിലേക്ക് എന്തായാലും ബുള്ളിഷ് ആയിരിക്കുമല്ലോ എന്നൊക്കെയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ BSc കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് മോശമില്ലാത്ത വലിയൊരു റാലി നടത്തിയ ഒരു സ്റ്റോക്കാണ്. കാലങ്ങളായിട്ട് BSc നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ പോലും BScയെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു അവലോകനം നടത്തിയത് 2024 മെയ്യിലാണ്. അന്ന് അതിന്റെ വില ഏകദേശം 900 ലെവലിലൊക്കെയാണ്. ഇവിടെ പറയുന്ന വിലകളൊക്കെ ഇത് അഡ്ജസ്റ്റഡ് പ്രൈസ് ആണ്. ബോണസോ സ്പ്ലിറ്റോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റഡ് പ്രൈസ് ആണ്. അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റഡ് പ്രൈസ് അനുസരിച്ച് ഒരു 950 എന്ന നിലയിലാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് പ്രധാനമായും നമ്മൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിരുന്നത് അതിന്റെ മ്യൂച്വൽ ഫണ്ടിലുള്ള അപ്രമാദിത്വം തന്നെയായിരുന്നു. കുറച്ച് പേരൊക്കെ അന്ന് വാങ്ങിച്ചു. ആ വാങ്ങിച്ചവരൊക്കെ കുറെ പേര് ഇപ്പോഴും ഉണ്ട് കയ്യിൽ. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഒരു റിവ്യൂ നടത്തുന്നത് 2025 മാർച്ചിലാണ്. അന്ന് BScയെ കുറിച്ചും എക്സ്ചേഞ്ചുകളുടെ റവന്യൂവിനെ കുറിച്ചും സെബിയുടെ പുതിയ റെഗുലേഷനെ കുറിച്ചും ഒക്കെ ഉള്ള കുറെ മാറ്റങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിനെ തുടർന്നുണ്ടായ ഒരു പാനിക് സെല്ലിംഗ് ഒക്കെയാണ് അന്ന് നടന്നത്. അന്ന് വില കുറെ ഇടിഞ്ഞപ്പം അതിനെക്കുറിച്ച് നമ്മൾ അവലോകനം ചെയ്യുകയും ഈ വിലയിടിവ് താൽക്കാലികമാണെന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു നിലയിൽ, അതായത് 2025 മാർച്ചിലാണ് രണ്ടാമത്തെ റിവ്യൂ നടത്തിയത്. അന്ന് അതിന്റെ വില ഏകദേശം 1308 ആണ്. ആ ഒരു സമയത്തും കുറച്ചുപേര് വാങ്ങിച്ചിരുന്നു എന്നാണ് നമുക്ക് അയച്ചിരുന്ന മെസ്സേജുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്ന് പതുക്കെ മുകളിലേക്ക് പോവുകയും പിന്നീട് NSE IPO വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്ത ഒരു റിവ്യൂ വീഡിയോ ചെയ്തത്. അത് താരതമ്യേന അടുത്ത കാലത്താണ്, അതായത് മെയ് കാലങ്ങളിലാണ്. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 4000 രൂപയാണ് അതിന്റെ വില. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് NSEയുടെ IPO നമ്മൾ പോസിറ്റീവ് ആവുന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളത് താൽക്കാലികമായിട്ടെങ്കിലും ഒരു നെഗറ്റീവ് നോട്ടിലാണ് എടുക്കുന്നതെന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് ഡെറിവേറ്റീവ് ട്രേഡ്സിന്റെ അകത്ത് നമുക്കിന്ന് ട്രേഡബിൾ ആയിട്ടുള്ള ഏക സ്റ്റോക്ക് എന്ന് പറയുന്നത് BSc ആണ്. പക്ഷെ NSE വരുന്നതോട് കൂടിയിട്ട് രണ്ടാമത് ഒരു എക്സ്ചേഞ്ച് കൂടി വരികയും ചെയ്യും. കൂടാതെ വലിയ നിക്ഷേപകരും ഫണ്ട് ഹൗസുകളും റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ രീതിയിൽ BScയിൽ എന്തുമാത്രം നിക്ഷേപം നടത്തിയിട്ടുണ്ടോ അതിന്റെ ഒരു പകുതിയോളം ഫണ്ടുകൾ NSEയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ആ കാലത്താണ് കുറെ പേര് വളരെ അഗ്രസീവായിട്ട് വന്ന് പറഞ്ഞത്. കാരണം NSEയുടെ ലിസ്റ്റിംഗ് കൊണ്ടുണ്ടാകുന്ന BScക്ക് വരുന്ന വരുമാനം ചില്ലറയല്ല എന്നുള്ളത്. നമ്മൾ അന്ന് ചെയ്തതിന് ശേഷം ഏകദേശം 100-150 രൂപ മുകളിലേക്ക് പോയി. അതിനുശേഷം NSEയുടെ IPO പ്രോസസ് ഒക്കെ സീരിയസ് ആയിട്ടും അതിന്റെ ഡേറ്റുകളും ഒക്കെ വന്ന് റെഡ് ആരൻ പ്രോസ്പെക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ താഴേക്ക് വരുന്ന ഒരു പ്രതിഭാസമാണ് കണ്ടത്. അതിന് NSEയുടെ IPOയുടെ ലിസ്റ്റിംഗ് മാത്രമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുക വയ്യ, മാർക്കറ്റ് കണ്ടീഷനും കൂടി സെബിയുടെ പുതിയ റെഗുലേഷൻസും കൂടി എല്ലാം ബാധകമാണ് എന്നുള്ളൊരു കാര്യം വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും പലരും പോസിറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NSE ലിസ്റ്റിംഗ് കൊണ്ടുണ്ടാകുന്ന ലാഭം തന്നെയാണ് BScക്കുള്ളത്. പക്ഷേ ഇതിനും ഒരു ചെറിയ പ്രശ്നം ആ കാലത്ത് നമ്മൾ കണ്ടിരുന്നത്, NSE IPOയുടെ റോഡ് ഷോകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പുറത്ത് നടന്ന പല റോഡ് ഷോകളിലും പല ഇന്റേണൽ വയേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നത് NSE BScയിൽ മാത്രമായിട്ടായിരിക്കില്ല ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അത് അത്ര വിശ്വാസയോഗ്യം അല്ലായിരുന്നു നമ്മൾ അന്നത്തെ കാലത്ത് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത്. കാരണം സെബിയുടെ റെഗുലേഷൻ അനുസരിച്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ റെഗുലേഷൻസ് അനുസരിച്ച് എക്സ്ചേഞ്ചുകളുടെ ഷെയർ രാജ്യം മുഴുവൻ ട്രേഡിംഗ് ടെർമിനലുള്ള മറ്റൊരു എക്സ്ചേഞ്ചിൽ വേണം ലിസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് 2017 ക്രോസ് ലിസ്റ്റിംഗ് മാൻഡേറ്റ്സ് അനുസരിച്ച് BScയുടെ ഷെയറുകൾ NSEയിൽ ലിസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അതിനുശേഷം ട്രേഡിങ്ങും NSEയിൽ മാത്രമായിട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റെഗുലേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ സെബിയെ കൂടാതെ ഒരു പ്രൈമറി ലെവൽ ഓഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചുകളാണ് നടത്തുന്നത്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു എക്സ്ചേഞ്ചിന്റെ ഷെയർ അതേ എക്സ്ചേഞ്ചിൽ തന്നെ ലിസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതൊരുമാതിരി കുറുക്കനെ കോഴിക്കൂടിന്റെ താക്കോൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ആകും എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇവിടെ NSEയുടെ കാര്യത്തിന്റെ അകത്ത് ഇപ്പോൾ പറയപ്പെടുന്നതും
കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പല ഇന്റേണൽ വയേഴ്സിൻ്റെ അകത്ത് പറയപ്പെട്ടിരുന്നതുമായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു റെഗുലേഷൻ്റെ ലൂപ്പ് ഹോളാണ്. അതായത് ലിസ്റ്റിംഗ് മറ്റൊരു എക്സ്ചേഞ്ചിൽ നടത്തണം എന്നുള്ളതാണ്. ട്രേഡിംഗ് എവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നിർവചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ NSE ലിസ്റ്റ് ചെയ്യുന്നത് BSEയിലും അതിനുശേഷം പെർമിറ്റഡ് ടു ട്രേഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ NSEയിൽ തന്നെ ട്രേഡിങ്ങും നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അതായത് NSEയിലും BSEയിലും നിങ്ങൾക്ക് NSEയുടെ ഷെയറുകൾ വാങ്ങിക്കാൻ കഴിയുമെന്നർത്ഥം. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലിക്വിഡിറ്റി വരുന്നത് NSEയിൽ തന്നെയായിരിക്കും. ബഹുഭൂരിപക്ഷം വരുന്ന ഷെയറുകളും NSEയുടേത് NSEയിൽ തന്നെ ട്രേഡ് ചെയ്യുന്ന അവസ്ഥയിലും എത്തും. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. പെർമിറ്റഡ് ടു ട്രേഡ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യമുള്ള വേറെയും കുറേ ഷെയറുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗുഡിയർ ഇന്ത്യ, നോവത്തീസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന കമ്പനികൾ, ഇവ NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ പെർമിറ്റഡ് ടു ട്രേഡ് ചെയ്യാൻ സൗകര്യമുള്ളതാണ്. എന്തുകൊണ്ട് NSE ഈ വഴി തിരഞ്ഞെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റഡ് ടു ട്രേഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഷെയറുകൾ NSEയുടെ ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്താൻ കഴിയും. അതാണ് NSEയുടെ 2019 എലിജിബിലിറ്റി റൂൾസ് പറയുന്നത്. ഇത്തരത്തിൽ ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ഗുണം, ഈ ഒരു ഇൻഡെക്സുകളിലുള്ള ETFകൾ ഇവയെല്ലാം ഈ ഒരു ഷെയർ കൂടെ വാങ്ങിക്കാൻ നിർബന്ധിതമാണ്. ഇത്തരത്തിൽ കൂടുതൽ ലിക്വിഡിറ്റിയും ഡിമാൻഡും വർദ്ധിപ്പിക്കാൻ സാധ്യമാകും. അപ്പോൾ ഈ ഒരു പാത NSE തിരഞ്ഞെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ NSEയുടെ ഷെയർ ലിസ്റ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു വരുമാന വർധനവ് BSEക്ക് കാര്യമായിട്ട് ഉണ്ടാകില്ല എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം BSE വളരെ വീക്കാകും എന്നുള്ളതല്ല. BSEയുടെ ഇന്നുള്ള റവന്യൂ സോഴ്സുകളൊക്കെ അവിടെ തന്നെ നിലനിൽക്കും. BSE വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ബിസിനസ് മോഡൽ വളരെ നല്ലതാണ്. കൂടുതൽ ഓക്സിലറി റവന്യൂ സോഴ്സസിന് വേണ്ടിയിട്ടുള്ള പല ഓപ്ഷൻസും ഉണ്ട്. എനർജി ട്രേഡിങ്ങിനുള്ള നോട്ട്സ് ഒക്കെ പുതുതായിട്ട് തുറന്നു വയ്ക്കുന്നു. അതുകൊണ്ട് BSEയുടെ ഷെയറുകൾ ഒരു ദീർഘകാല നിക്ഷേപനെ സംബന്ധിച്ച് എന്തുകൊണ്ടും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. അടുത്തതായിട്ട് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് 3200 എന്ന് പറയുന്ന ഈ ഒരു വിലയിൽ മാർക്കറ്റ് കണ്ടീഷനും കൂടി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തൽക്കാലം വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 3000 എന്ന് പറയുന്ന ഒരു വില നിലവാരം അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷെ അതേസമയം തന്നെ നിങ്ങളൊരു 3 വർഷത്തിലേറെ നിക്ഷേപിക്കാൻ, 2-3 വർഷത്തിലേറെ നിക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വില നിലവാരം മുതൽ നിങ്ങൾക്ക് പതുക്കെ അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാവുന്നതാണ്. NSE ലിസ്റ്റിംഗ് നടക്കുമ്പോൾ NSEയുടെ ഷെയറുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു 2300-2500 എന്ന വില നിലവാരത്തിൽ ലഭിച്ചാൽ മാത്രം. കാരണം NSEയുടെ ഷെയർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിംഗ് ഹൈപ്പിൽ ചിലപ്പോൾ അത് വളരെ മുകളിലേക്ക് പോയേക്കാം. ആ ഒരു വില നിലവാരത്തിൽ ചാടി വീണാൽ പലപ്പോഴും അവയിൽ നിന്നും ലാഭം ഉണ്ടാകാൻ വേണ്ടി കുറച്ചേറെ നാളുകൾ എടുത്തേക്കാം. പ്രധാനമായും ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം NSE ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് BSEക്ക് വരുമാന വർധനവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉത്തരം നൽകാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇക്കാര്യത്തിൽ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കഴിയുന്നിടത്തോളം നമുക്ക് ഉത്തരങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിക്കാം. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.